നമസ്കാരം. ഈ കൊള്ളരുതായ്മകൾക്കെതിരെ ഇനിയും പ്രതികരിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ വരും തലമുറ നമ്മളോട് ക്ഷമിക്കൂല. സാധാരണക്കാരന്റെ ചോരയും നീരും എടുത്ത് സ്വന്തം കൊട്ടാരങ്ങൾ പണിയുന്ന കപട രാഷ്ട്രീയ നാടകങ്ങൾക്കും ഖജനാവ് കൊള്ളയ്ക്കും എതിരെ അതിരൂക്ഷമായി പ്രതികരിക്കേണ്ടത് ജനങ്ങളുടെ ഉത്തരവാദിത്തമാണ്. ജനങ്ങളെ പിച്ചക്കാരാക്കുന്ന കപട രാഷ്ട്രീയ സിംഹങ്ങളെ തുറന്ന് കാണിക്കുക തന്നെ വേണം. ക്യാമറയുടെ ഫ്ലാഷ് ലൈറ്റുകൾക്ക് മുന്നിൽ വന്നിരുന്ന് വികസനത്തിന്റെ വലിയ ഡയലോഗുകൾ അടിക്കുകയും ജനങ്ങളുടെ കണ്ണീരൊപ്പാനാണ് തങ്ങൾ ജനിച്ചത് എന്ന് പ്രസംഗിക്കുകയും ചെയ്യുന്ന രാഷ്ട്രീയക്കാരുടെ യഥാർത്ഥ മുഖമാണ് ഇപ്പോൾ അഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു വശത്ത് KSRTCയിലെ സാധാരണക്കാരായ ഡ്രൈവർമാരും കണ്ടക്ടർമാരും മെക്കാനിക്കുകളും അടങ്ങുന്ന തൊഴിലാളികൾ ശമ്പളവും പെൻഷനും കൃത്യമായി കിട്ടാതെ പട്ടിണി കിടക്കുന്ന ഒരവസ്ഥ. അവരുടെ കുടുംബങ്ങൾ കണ്ണീരിലും കഷ്ടപ്പാടിലും കഴിയുമ്പോൾ നീതിക്കായി അവർ തെരുവിൽ സമരം ചെയ്യുമ്പോൾ മറുവശത്ത് ആനവണ്ടിയുടെ പേരിൽ അണിയറയിൽ കോടികളുടെ കമ്മീഷൻ കച്ചവടം ഉറപ്പിക്കുകയായിരുന്നു വെളുത്ത കുപ്പായമിട്ട കപട വിപ്ലവകാരികൾ. ജനങ്ങളുടെ പോക്കറ്റിൽ നിന്ന് പിച്ചച്ചട്ടിയിൽ നിന്ന് കൈയിട്ട് വാരുന്ന ഈ രാഷ്ട്രീയ കള്ളന്മാരോട് ഒന്നേ പറയാനുള്ളൂ: നിങ്ങൾ ജനങ്ങളെ പിച്ചക്കാരാക്കി മാറ്റുമ്പോൾ നിങ്ങളുടെ വരും തലമുറകൾക്ക് സുഖമായി ജീവിക്കാൻ കോടികളുടെ കൊട്ടാരങ്ങളാണ് പണിയുന്നത്. ജനങ്ങളെ പറ്റിച്ചുണ്ടാക്കുന്ന ഈ ചോരപ്പണം കൊണ്ട് നിങ്ങൾ AC മുറികളിൽ സുഖിക്കുമ്പോൾ ഓർത്തു വെച്ചോളൂ, ഈ വിയർപ്പിന്റെ വില ചോദിക്കാൻ ജനങ്ങൾ തെരുവിലിറങ്ങുന്ന കാലം ഒട്ടും വിദൂരമല്ല. ഒരേ ദിവസം തന്നെ ഒരേ വണ്ടിക്ക് പല വില. ഖജനാവ് വെട്ടിപ്പൊളിച്ച അത്ഭുത പ്രതിഭാസം. കേരളത്തിലെ ഏറ്റവും പുതിയ ഒരു അത്ഭുതമാണിത്. കഴിഞ്ഞ ഇടതുപക്ഷ സർക്കാരിന്റെ കാലത്ത് ഗതാഗത വകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന മുൻ മന്ത്രിയുടെ KB ഗണേഷ് കുമാറിന്റെ മൂക്കിന് താഴെ നടന്നത് കേട്ടുകേഴ്വി ഇല്ലാത്ത തരത്തിലുള്ള വമ്പൻ പർച്ചേസ് തട്ടിപ്പ്. ഒരേ ദിവസം ഒരേ കമ്പനിയുടെ ഒരേ മോഡൽ ബസ്സുകൾ പല വിലയ്ക്ക് വാങ്ങി സംസ്ഥാന ഖജനാവ് വെട്ടിപ്പൊളിച്ച വമ്പൻ അഴിമതിയുടെ ഫയലുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. സാധാരണ നമ്മൾ ഒരു കടയിൽ പോയി 10-20 സാധനങ്ങൾ ഒരുമിച്ച് വാങ്ങുമ്പോൾ കടക്കാരൻ നമുക്ക് വലിയ ഡിസ്കൗണ്ട് തരും, വില കുറച്ചു തരും. എന്നാൽ ഇവിടെ കഥ നേരെ തിരിച്ചാണ്. കൂടുതൽ വാങ്ങുന്നവരും വില കൂടുന്ന അത്ഭുത പ്രതിഭാസമാണ് വകുപ്പിൽ നടക്കുന്നത്. കൂടുതൽ വണ്ടികൾ വാങ്ങുമ്പോൾ ഖജനാവിലെ കോടികൾ ചോർന്ന് നേതാക്കളുടെ അക്കൗണ്ടുകളിലേക്ക് വീഴുന്ന മാന്ത്രിക വിദ്യയാണ് ഇവിടെ അരങ്ങേറുന്നത്. അഴിമതിക്കെതിരെ സീറോ ടോളറൻസ് എന്ന് പ്രസംഗിച്ച മുൻ മുഖ്യമന്ത്രിയും പാർട്ടിയും ഇപ്പോൾ എവിടെ ഒളിച്ചിരിക്കുകയാണ്? ജനങ്ങൾ ചോദിച്ചു തുടങ്ങിയിരിക്കുകയാണ് എവിടെ എവിടെ എന്ന്. നോക്കണേ ഇവരുടെ ഒരു അഴിമതി രഹിത ഭരണം. KSRTCയിലേക്ക് ടാറ്റ കമ്പനിയുടെ 181 ബസ്സുകൾ വാങ്ങിയതിലെ കണക്കുകൾ പരിശോധിച്ചാൽ ആർക്കും ബോധ്യമാകുന്ന വൻ തട്ടിപ്പാണ് പുറത്തു വരുന്നത്. ഒരൊറ്റ ദിവസം കൊണ്ട് 2 വ്യത്യസ്ത വിലയ്ക്ക് ഒരേ മോഡൽ ബസ്സുകൾ വാങ്ങിക്കൂട്ടി. ഒരു വശത്ത് 8 ബസ്സുകൾ 29 ലക്ഷത്തിലധികം രൂപയ്ക്ക് വാങ്ങിയപ്പോൾ അതേ ദിവസം തന്നെ അതേ മോഡലിലുള്ള 5 ബസ്സുകൾ വാങ്ങിയത് വെറും 27,70,000 രൂപയ്ക്കാണ്. അതായത് ഒറ്റ ദിവസം കൊണ്ട് ഒരൊറ്റ വണ്ടിക്ക് മാത്രം അധികമായി നൽകിയത് 2 ലക്ഷത്തിലധികം രൂപ. ഈ ഒരൊറ്റ ദിവസത്തെ പർച്ചേസിലൂടെ മാത്രം 16 ലക്ഷത്തിലധികം രൂപയാണ് അധിക വിലയായി തട്ടിയെടുത്തത്. ഇതേ കൊള്ളയാണ് പിന്നീട് വന്ന മാസങ്ങളിലും ഇവർ ആവർത്തിച്ചത്. ഡിസംബറിലും ഫെബ്രുവരിയിലും ഇതേ രീതിയിൽ ഒരേ മോഡൽ ബസ്സുകൾ ചിലത് 27 ലക്ഷത്തിനും മറ്റു ചിലത് 30 ലക്ഷത്തിനും ഒക്കെ മാറി മാറി വാങ്ങിക്കൂട്ടി. ആകെ മൊത്തം 181 ബസ്സുകൾ പല വിലയ്ക്ക് മാറി മാറി വാങ്ങിയതിലൂടെ 4 കോടിയിലധികം രൂപയുടെ വമ്പൻ തട്ടിപ്പാണ് ഇവിടെ നടന്നിരിക്കുന്നത്. ഇപ്പോ പുറത്തു വന്നത് മഞ്ഞുമലയുടെ ഒരു അറ്റം മാത്രമാണ്. പാർട്ടി അണികളോട് ഒന്നേ പറയാനുള്ളൂ: നിങ്ങൾ ഈ തെരുവിൽ വെയിലും കൊണ്ടും മഴ നനഞ്ഞും മുദ്രാവാക്യം വിളിക്കുന്നതും കല്ലേറ് കൊള്ളുന്നതും ആർക്ക് വേണ്ടിയാണ്? അല്ലെങ്കിൽ അടികൊണ്ട് ജയിലിൽ ജാമ്യം കിട്ടാതെ കിടക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ഇതുപോലെ നേതാക്കൾക്ക് AC കാറുകളിൽ ഇരിക്കാനും വണ്ടി കച്ചവടത്തിൽ കോടികൾ കമ്മീഷൻ അടിച്ച് അവരുടെ തലമുറകൾക്ക് സമ്പാദിക്കാനും സുഖിക്കാനും വേണ്ടിയാണ്. നേതാക്കൾ തടിച്ചു കൊടുക്കുമ്പോൾ അണികൾ ഇപ്പോഴും തെരുവിൽ തന്നെയാണ്, തല്ലുകൊള്ളുകയാണ്, അവർ കമ്പി എഴുകൾ എണ്ണുകയാണ്. എന്നാണ് ജാമ്യം കിട്ടുക എന്നറിയാതെ തലതല്ലി കരയുകയാണ്. അവിടെ വീട്ടുകാരുടെ ഗതിയാണെങ്കിൽ അതിലും അപ്പുറത്തെ അവസ്ഥയാണ്. നാട്ടിൽ എന്ത് കൊള്ള നടന്നാലും അതിന് കൃത്യമായ ന്യായീകരണ ക്യാപ്സ്യൂളുകളുമായി വരുന്ന ചില ഭക്തന്മാരുണ്ട്. അവരോട് ചോദിക്കാനുള്ളത് ഒരൊറ്റ കാര്യമേ ഉള്ളൂ: ജനങ്ങളുടെ കണ്ണിൽ എത്ര നാൾ നിങ്ങൾക്ക് ഇങ്ങനെ പൊടിയിട്ട് ജീവിക്കാൻ പറ്റും? വണ്ടി കച്ചവടത്തില് ഈ നാണംകെട്ട കള്ളക്കളിക്ക് നിങ്ങൾ നൽകുന്ന ന്യായീകരണങ്ങൾ എന്തായാലും ശരി, ജനങ്ങൾക്ക് ഇപ്പോൾ തന്നെ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാകുന്നുണ്ട്. ഏകദേശ കാര്യങ്ങൾ ബോധ്യപ്പെട്ടിട്ടുമുണ്ട്. സാധാരണക്കാരൻ 1 രൂപയുടെ നികുതി അടച്ചിട്ടില്ല എങ്കിൽ അവനെ ജയിലിൽ അടയ്ക്കുന്ന നിയമവ്യവസ്ഥയുള്ള നാട്ടിലാണ് മന്ത്രിമാരും ഭരണകർത്താക്കളും ചേർന്ന് കോടികൾ വിഴുങ്ങുമ്പോൾ അവർക്ക് ചുറ്റും രാഷ്ട്രീയ സംരക്ഷണത്തിന്റെ വലിയൊരു കാവൽ നിലയം ഒരുക്കുന്നത്. ഇതാണോ നിങ്ങൾ പറയുന്ന ഇരട്ടജഗൻ വികസന മാതൃക? ഇത്രയൊക്കെ വലിയ ക്രമക്കേട് മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നിട്ടും ഇതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ യാതൊരു എളുപ്പമില്ലാതെ അതിനെയൊക്കെ ന്യായീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. കോടികളുടെ ഫയലുകൾ മുകളിലൂടെ പറക്കുമ്പോൾ മന്ത്രിമാർ ഉറക്കത്തിലായിരിക്കും എന്നതിന് ഇതിലും വലിയ തെളിവ് വേണ്ട. മന്ത്രിക്ക് പങ്കില്ല എന്ന് പറയുകയും വേണ്ട. ഇനിയും വരുന്ന ദിവസങ്ങളിൽ പതിവ് പോലെ ചില രാഷ്ട്രീയ നാടകങ്ങൾ ഒരുപക്ഷെ അരങ്ങേറിയേക്കാം.
സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച്, കല്ലേറ്, ലാത്തിചാർജ്, ജലപീരങ്കി, ഒരുപക്ഷെ തെരുവ് യുദ്ധക്കളമാകാം. ചാനൽ ചർച്ചകളിൽ ന്യായീകരണ തൊഴിലാളികൾ വന്നിരുന്ന് പുതിയ ക്യാപ്സ്യൂളുകൾ ഇറക്കിയേക്കാം. മുൻ ഗതാഗത മന്ത്രിയെ അപകീർത്തിപ്പെടുത്താൻ മാധ്യമങ്ങൾ ചമച്ചുണ്ടാക്കിയ കള്ളക്കഥയാണ് ഇത് എന്ന് പറഞ്ഞ് അവർ ഒരുപക്ഷെ പ്രതിരോധിച്ചേക്കാം. എന്നാൽ ഇത്രയൊക്കെ വലിയ തെളിവുകൾ പുറത്തു വന്നിട്ടും ജനങ്ങളെ വിഡ്ഢികളാക്കുന്ന ഇത്തരം ന്യായീകരണങ്ങൾ കേൾക്കുമ്പോൾ സാധാരണക്കാരൻ ചിരിക്കണോ അതോ കരയണോ എന്നറിയാത്ത ഒരവസ്ഥയിലാണ്. ഭരണത്തിലിരുന്നപ്പോ പൊതുമുതൽ കൈകാര്യം ചെയ്യുന്നതിൽ യാതൊരുവിധ സുതാര്യതയും കാണിക്കാതെ കോടികളുടെ അഴിമതിക്ക് കാവൽ നിന്നവർ ഇപ്പോൾ പ്രതിപക്ഷത്തിരുന്ന് വിപ്ലവം പ്രസംഗിക്കുന്നത് ജനങ്ങൾ നന്നായി തന്നെ കാണുന്നുണ്ട്. അത് കണ്ട് ആസ്വദിക്കുന്നുമുണ്ട്, അവർ മനസ്സിലാക്കുന്നുമുണ്ട്. മുൻ ഗതാഗത മന്ത്രിയുടെ കാലത്ത് നടന്ന ഈ വലിയ ഇടപാടുകളെ കുറിച്ച് സമഗ്രമായ ഒരു ഉന്നതതല അന്വേഷണം പ്രഖ്യാപിക്കാൻ ഇപ്പോൾ അധികാരത്തിലിരിക്കുന്ന സർക്കാർ തയ്യാറാകുമോ എന്നാണ് നമ്മൾ അറിയേണ്ടത്. അതോ പഴയതുപോലെ രാഷ്ട്രീയ ഒത്തുതീർപ്പുകൾക്ക് വഴിവിട്ട് ഈ കേസ് ഒത്തുതീർക്കുമോ എന്നാണ് ഇപ്പോൾ കേരളം ഉറ്റുനോക്കുന്നത്. പൊതുമുതൽ വിറ്റ് കാശാക്കിയ ഈ കള്ളക്കളിക്ക് മുന്നിൽ ഇനി ഈ നാട് നിശബ്ദമായിരിക്കാൻ പാടില്ല. ഈ നാട്ടിലെ നികുതിപ്പണം, ജനങ്ങൾ കൊടുക്കുന്ന നികുതിപ്പണം ഇത്തരത്തിൽ കട്ടുകൊണ്ട് സ്വന്തം കുടുംബക്കാരെയും സ്വന്തം ഖജനാവിലേക്കും കൊണ്ടുവന്ന് അട്ടിയിടാനുള്ളതല്ല. ഇത് ഈ നാടിന്റെ വികസനത്തിനാണ്, ഈ നാട്ടിലെ സാധാരണക്കാർക്ക് അനുഭവിക്കാനുള്ളതാണ്. അതിനുവേണ്ടിയാണ് അവർ നികുതിപ്പണം കൊടുക്കുന്നത്. ആ നികുതിപ്പണം അതിൻ്റെതായ രീതിയിൽ ഉത്തരവാദിത്വത്തോടെ വിനിയോഗിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചോദ്യം ചെയ്യപ്പെടുക തന്നെ വേണം. Different angles. Don't forget to subscribe and support this channel.